2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാസർഗോഡ് ജില്ലയിലെ അനുഭവം നിങ്ങൾ നോക്കാം. ഇപ്പോൾ ചില പഞ്ചായത്തുകളിൽ കോൺഗ്രസ്, ലീഗ്, BJP, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് ഭരിക്കുന്നത്. ദേലമ്പാടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മത്സരിച്ച BJPയുടെ ഗംഗാധരനെ UDF വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. ദേലമ്പാടിയിൽ തന്നെ കോൺഗ്രസ്സുകാരിയായ വൈസ് പ്രസിഡന്റ് അവിടെ BJPയുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. ആ പഞ്ചായത്തിലെ 13ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ചന്ദ്രനെതിരെ UDF BJP പൊതു സ്ഥാനാർത്ഥിയായിരുന്നു. രണ്ടുപേരും പരസ്യമായി വീട് കയറി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. 8ാം വാർഡ് UDF അവിടെ നിർത്തിയത് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു. ആ സ്ഥാനാർത്ഥി തന്നെ വീട് കയറി BJPക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ഇതെല്ലാം ഇപ്പോൾ പുറത്തു പറയുന്നത് UDFൽ തന്നെയുള്ള ചില ആളുകളാണ്. മറ്റൊരു പഞ്ചായത്താണ് പുത്തികെ. BJP അംഗത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത് കോൺഗ്രസിലെയും ലീഗിലെയും ഭരണസമിതി അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. പുല്ലൂർ പെരിയ അവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കി BJPയുടെ സന്തോഷിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ്. ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ പരസ്യമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4 മാസം മുമ്പ് കോൺഗ്രസ്, ലീഗ്, BJP ഡീലുണ്ടായിരുന്നു എന്നത് പരസ്യമായ കാര്യമാണ്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഇപ്പോൾ ഇരിക്കുന്നയാൾ കോൺഗ്രസ് BJP ഡീലിൻ്റെ ഫലമായി വിജയിച്ചതാണ്. ആ ഗ്രാമപഞ്ചായത്തിൽ 10 LDF അംഗങ്ങളുണ്ട്, കോൺഗ്രസിന് 8 അംഗങ്ങളുണ്ട്, BJPക്ക് 3 അംഗങ്ങളാണ്. ഈ രണ്ടു കൂട്ടരും വെവ്വേറെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി അംഗം പ്രസിഡന്റ് ആകേണ്ട പഞ്ചായത്താണത്. പക്ഷേ കോൺഗ്രസ് കൂട്ടത്തോടെ BJPയോടൊപ്പം ചേർന്നു. അതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെ BJPയുടെ കൂട്ടുകെട്ട് ആ പഞ്ചായത്ത് ഭരിക്കുകയാണ്. ഇതുതന്നെയാണ് നാം കണ്ടത് അരുണാചൽ പ്രദേശിൽ. കൂട്ടത്തോടെ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയി, ഭരണം BJPക്ക് കിട്ടി. ഏറ്റവും ഒടുവിൽ നടന്നത് എന്താ? ബീഹാറിലുണ്ടായിരുന്ന എല്ലാ കോൺഗ്രസിൻ്റെ MLAമാരും BJP ചേർന്നു. ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ മാർച്ച് 1. ആ തെരഞ്ഞെടുപ്പിൽ ബീഹാർ, ഒഡീഷ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് MLAമാരാണല്ലോ BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത്. അങ്ങനെ BJPക്ക് 2 രാജ്യസഭാ സീറ്റുകൾ അധികമായി കോൺഗ്രസ് ദാനം ചെയ്തു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണല്ലോ KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വത്തിന് 4 വർഷത്തെ കാലാവധി ഉണ്ടായിട്ട് കൂടി അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ BJPക്ക് ഒരു രാജ്യസഭാ സീറ്റ് ദാനം ചെയ്തിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇത്തരത്തിലുള്ള ഡീലുകൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥിരം RSS BJP പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരു നേതാവാണ്. അതിന് നിരവധി തെളിവുകളും പുറത്തു വന്നതാണ്.
RSS മേധാവികളിൽ ഒരാളായ അവരുടെ പരമോന്നത പദവിയിലിരിക്കുന്നയാളുടെ ജന്മവാർഷിക ദിനത്തിൽ ആ ചിത്രത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് ഒരു മടിയും പ്രതിപക്ഷ നേതാവിനില്ല. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരനാണെങ്കിൽ ശാഖക്ക് കാവൽ നിന്നതിൽ ആവേശഭരിതനാണ്. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞയാൾ സുധാകരൻ തന്നെയാണ്. ഇങ്ങനെ കോൺഗ്രസിൽ നിന്നും കൂട്ടത്തോടെ നേതാക്കൾ BJPയിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, BJPയുമായി ഡീല് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നവരാണ് അവരെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോഴും ആ ഡീല് നടക്കുകയാണ്. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ചിലയിടങ്ങളിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ദുർബലന്മാരാണ്. അവരുടെ കൂടെയുള്ള NDAക്ക് ചില സീറ്റുകൾ കൊടുത്തത് BJP തങ്ങൾ വളർന്നു വരുന്നു എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളിലാണ്. UDFൻ്റെ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നോക്കിയാലും സ്ഥിതി അതുതന്നെയാണെന്ന് കാണാൻ കഴിയും. ദുർബലരായ ചിലരെ സ്ഥാനാർത്ഥികളായി നിർത്തുക, BJPക്ക് ജയിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക. പാഴായ പരീക്ഷണം എന്ന് KG മരാർ വിശേഷിപ്പിച്ച ആ പരീക്ഷണം വിജയിക്കുന്ന പരീക്ഷണമാക്കി മാറ്റാൻ വേണ്ടിയാണ് കാസർഗോഡ് ജില്ലയിൽ UDF ഇപ്പോൾ പരിശ്രമിക്കുന്നത്. BJP ആവട്ടെ മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും കോടികൾ ഇവിടെ കൊണ്ടുവരികയും വോട്ടർമാരെ വിലക്കെടുക്കാൻ നോക്കുകയും ചെയ്യുന്നു. ഈ കോടികൾ കൊണ്ടുവന്ന് UDF നേതാക്കൾക്ക് പണം നൽകി കാസർഗോഡ് ജില്ലയിൽ അക്കൗണ്ട് തുറക്കാനുള്ള നീക്കവും BJP നടത്തുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പണത്തിൻ്റെ ഡീലും ഒപ്പം UDF BJP രാഷ്ട്രീയ ഡീലും ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നേരത്തെ ഇത്തരം ഡീലുകൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി സന്നദ്ധമായ കേരളത്തിലെ വോട്ടർമാർ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ വോട്ടർമാർ ഇടതുപക്ഷത്തെ മനസ്സിൽ സ്നേഹിക്കുന്നതിനും പിന്തുണക്കുന്നതിനും കാരണം 10 വർഷം വർഗീയ കലാപമോ ഇല്ലാതിരുന്ന നാടാക്കി കേരളത്തെ മാറ്റിയത് ഇടതുപക്ഷമാണ്. 10 വർഷം പവർക്കെട്ടുണ്ടായില്ല എന്നുള്ളതും കേരളത്തിലാണ്. വികസനത്തിന് വൻ കുതിപ്പുണ്ടായതും കേരളത്തിലാണ്. ക്ഷേമത്തിന് നിരവധി മാതൃകകൾ സൃഷ്ടിച്ചതും കേരളത്തിലാണ്. ഇത് തിരിച്ചറിയുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തെ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തിക്കും എന്ന് ഉറപ്പാണ്. 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് വന്നപ്പോഴാണ് ഇക്കൂട്ടർ ഡീലുണ്ടാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുന്നത്. ആ ശ്രമത്തെയും ഇടതുപക്ഷം അതിജീവിക്കും.